2019 ഫെബ്രുവരി 14 ജമ്മുവിലെ CRPF ക്യാമ്പിൽ അന്ന് പുലർച്ചെ തന്നെ വലിയ തിരക്കായിരുന്നു. അവധി കഴിഞ്ഞ് നാട്ടിൽ നിന്നും മടങ്ങിയെത്തിയ ജവാന്മാർ ശ്രീനഗറിലെ ട്രാൻസിറ്റ് ക്യാമ്പിലേക്ക് തിരിക്കാനുള്ള ഒരുക്കത്തിലാണ്. സത്യത്തിൽ 5 ദിവസം മുൻപേ അവർ അവിടെ എത്തേണ്ടതായിരുന്നു. പക്ഷേ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കഠിനമായ മഞ്ഞുവീഴ്ച കാരണം ഹൈവേ മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുകയായിരുന്നു. ആ വൈകൽ കാരണം ക്യാമ്പിൽ സാധാരണയേക്കാൾ കൂടുതൽ ജവാന്മാർ ഒത്തുകൂടിയിരുന്നു. അന്ന് ജമ്മുവിൽ കാലാവസ്ഥ ഒട്ടും അനുകൂലമായിരുന്നില്ല. ആകാശം കാർമേഘങ്ങളാൽ മൂടിക്കെട്ടി നിൽക്കുന്നു. തണുത്ത കാറ്റ് അസ്ഥികളിലേക്ക് തുളച്ചു കയറുന്നുണ്ടായിരുന്നു. ലോകം മുഴുവൻ പ്രണയദിനം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ആ പുലർച്ചെ 3:30 കൊടും തണുപ്പിനെ അവഗണിച്ച് ജവാന്മാരുടെ ആ വലിയ വാഹന വ്യൂഹം ശ്രീനഗറിലേക്ക് യാത്ര തിരിച്ചു. 78 വാഹനങ്ങളിലായി 2547 ജവാന്മാരാണ് ആ നിരയിലുണ്ടായിരുന്നത്. താഴ്വരയിലെ തീവ്രവാദി ഭീഷണി കണക്കിലെടുത്ത് സാധാരണ കവചിത വാഹനങ്ങളിലാണ് ഇവരെ കൊണ്ടുപോകാറുള്ളത്. എന്നാൽ അന്ന് ജവാന്മാരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് സാധാരണ ബസ്സുകളും ആ നിരയിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. തീവ്രവാദി ആക്രമണങ്ങൾക്ക് സാധ്യതയുള്ള മേഖലയായതിനാൽ റോഡ് ഓപ്പണിംഗ് പാർട്ടി സുരക്ഷയ്ക്കായി നേരത്തെ തന്നെ ഹൈവേയിൽ നിലയുറപ്പിച്ചിരുന്നു. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ലഘുഭക്ഷണത്തിനായി അവർ കാസിഗുണ്ടിൽ അല്പനേരം നിർത്തി. അവിടെ വെച്ച് 5-ാം നമ്പർ ബസ്സിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾ സോംദേവ് ഒന്ന് പുറത്തിറങ്ങി. തിരികെ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ബസ് മുന്നോട്ട് നീങ്ങിയിരുന്നു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് അദ്ദേഹം പിന്നാലെ വന്ന മറ്റൊരു ബസ്സിൽ കയറി. വിധി അദ്ദേഹത്തെ ആ 5-ാം നമ്പർ ബസ്സിൽ നിന്നും മാറ്റിയിരുത്തി. യാത്ര തുടരുകയാണ്. നാട്ടിൽ നിന്നും മടങ്ങിയെത്തിയ പലരും പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിലായിരുന്നു. ചിലർ ഫോണിലൂടെ ഭാര്യയോടും മക്കളോടും സംസാരിക്കുന്നു. 5-ാം നമ്പർ ബസ്സിലിരുന്ന കോൺസ്റ്റബിൾ H. ഗുരു തൻ്റെ പ്രിയതമ കലാവതിയെ വിളിച്ചു. വിവാഹം കഴിഞ്ഞിട്ട് 6 മാസമേ ആയിരുന്നുള്ളൂ. പക്ഷെ തിരക്ക് കാരണം അവൾക്ക് ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല. അതേ ബസ്സിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾ പ്രദീപ് കുമാറും ഹെഡ് കോൺസ്റ്റബിൾ സുഖ്ജിന്ദർ സിംഗും തങ്ങളുടെ ഭാര്യമാരോട് സംസാരിക്കുകയായിരുന്നു. സുഖ്ജിന്ദർ സിംഗ് തൻ്റെ മകനോടൊപ്പം ലോഹ്രി ആഘോഷിച്ചതിൻ്റെ ഓർമ്മകൾ പങ്കുവച്ചു. ബസ്സിനുള്ളിലെ തമാശകളുടെ ഒരു ചെറിയ വീഡിയോ അദ്ദേഹം ഭാര്യ സരബ്ജിത്ത് കൗറിന് അയച്ചു കൊടുത്തു. വൈകുന്നേരം വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുമ്പോൾ അത് തൻ്റെ അവസാനത്തെ കോളും വീഡിയോയുമായിരിക്കുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എന്നാൽ ഈ വാഹന വ്യൂഹം കാത്തു നിൽക്കുന്നത് വലിയൊരു ദുരന്തത്തിലേക്കായിരുന്നു. ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറം ഷാക്കിർ ബഷീർ, ആദിൽ അഹമ്മദ് ദാർ എന്നീ 2 ഭീകരർ ചോരക്കൊതിയോടെ അവർക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഫെബ്രുവരി 9 അഫ്സൽ ഗുരുവിൻ്റെ ചരമദിനത്തിൽ തന്നെ ഈ ആക്രമണം നടത്താൻ അവർ പദ്ധതിയിട്ടിരുന്നതാണ്. പക്ഷേ മഞ്ഞുവീഴ്ച കാരണം ജവാന്മാരുടെ വാഹനങ്ങൾ പോയിരുന്നില്ല. 14-ാം തീയതി വലിയൊരു കോൺവോയ് വരുന്നുണ്ടെന്നറിഞ്ഞതോടെ അവർ പദ്ധതി വേഗത്തിലാക്കി. ഷാക്കിർ ബഷീറിൻ്റെ വീട്ടിൽ നിന്ന് ഹൈവേയിലേക്ക് എത്താൻ 3 വഴികളുണ്ട്. അതിൽ 2 പോലീസിൻ്റെ കർശന പരിശോധനയുണ്ട്. എന്നാൽ 3-ാമത്തെ വഴി ഒരു മൺപാതയായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെ ഇരുവരും ഒരു നീല കാറിൽ പുറപ്പെട്ടു. പോലീസ് പരിശോധനകൾ വെട്ടിച്ച് 1 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം 3:30 ഹൈവേയിൽ നിന്നും വെറും 1/2 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തെത്തി. അവിടെ വെച്ച് ഷാക്കിർ വണ്ടി നിർത്തി. പുറത്തിറങ്ങിയ ആദിൽ അവൻ്റെ കയ്യിലെ വാച്ച് ഊരി ഷാക്കിറിന് നൽകി. ഇത് നിനക്കെന്നെ ഓർക്കാൻ വേണ്ടിയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞവർ കെട്ടിപ്പിടിച്ചു. ഷാക്കിർ അവിടെ നിന്നും മടങ്ങി. ഇനി എല്ലാം ചെയ്യേണ്ടത് ആദിലാണ്. ആദിൽ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. 200 കിലോ RDX നിറഞ്ഞ ആ കാർ ശ്രീനഗർ ഹൈവേ ലക്ഷ്യമാക്കി അവൻ പറപ്പിച്ചു. ഒരു പിസ്റ്റളും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒരുപക്ഷെ ലക്ഷ്യം പാളിയാൽ ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടാതെ സ്വയം വെടിയുതിർക്കാൻ. മറുഭാഗത്ത് CRPF വാഹനവ്യൂഹം അവന്തിപുരയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ലക്ഷ്യസ്ഥാനമായ ശ്രീനഗറിലേക്ക് ഇനി വെറും 1/2 മണിക്കൂർ ദൂരം മാത്രം. പെട്ടെന്നാണ് ആ നീലക്കാർ അതിവേഗത്തിൽ വന്ന് ബസ്സുകളെ മറികടക്കാൻ തുടങ്ങിയത്. ഹൈവേയിൽ കാവൽ നിന്നിരുന്ന അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മോഹൻലാലിന്റെ കണ്ണുകൾ ആ കാറിൽ പതിഞ്ഞു. അപകടം മണത്ത അദ്ദേഹം തന്റെ റൈഫിൽ ലോഡ് ചെയ്തുകൊണ്ട് ആ കാറിന് നേരെ ഓടി. പക്ഷേ മോഹൻലാൽ അവിടെ എത്തുമ്പോഴേക്കും എല്ലാം വൈകിപ്പോയിരുന്നു. ആദിൽ തന്റെ കാർ 5-ാം നമ്പർ ബസ്സിന് നേരെ ഇടിച്ചു കയറ്റി ഡാഷ്ബോർഡിലെ സ്വിച്ച് അമർത്തി. നിമിഷനേരം കൊണ്ട് അവിടെ ഒരു വൻ സ്ഫോടനം നടന്നു. 5-ാം നമ്പർ ബസ് കരിങ്കഷ്ണങ്ങളായി ചിതറി. കിലോമീറ്ററുകളോളം ആ ശബ്ദം മുഴങ്ങിക്കേട്ടു. ആകാശത്ത് പുകയും പൊടിയും നിറഞ്ഞു. ആ സ്ഫോടനത്തിൽ മോഹൻലാൽ ഉൾപ്പെടെ 40 ധീരജവാന്മാർ തൽക്ഷണം രക്തസാക്ഷികളായി. 70 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. എന്നാൽ വിധി കാത്തുവെച്ചതുപോലെ
ഇടയ്ക്ക് വണ്ടിയിൽ നിന്നും ഇറങ്ങിപ്പോയതുകൊണ്ട് ആ ബസ് നഷ്ടപ്പെട്ട കോൺസ്റ്റബിൾ സോംദേവ് മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്ത്യൻ സൈന്യത്തിന് നേരെ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു ഇത്. രക്തസാക്ഷികളായ ജവാന്മാരുടെ മുഖം പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ശരീരഭാഗങ്ങൾ ചിതറിക്കിടന്നു. ആ കാഴ്ച കണ്ടുനിന്ന മറ്റു ജവാന്മാരുടെ ഉള്ളിൽ വേദനയും ദുഃഖവും അതിലേറെ പ്രതികാരദാഹവും ഇരമ്പിയാർത്തു. മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ആദിൽ അഹമ്മദ് ദാറിന്റെ ഒരു വീഡിയോ അവർ പുറത്തുവിട്ടു. സ്വർഗത്തിലേക്ക് പോകാനാണ് താനിത് ചെയ്തതെന്നായിരുന്നു അവന്റെ അവകാശവാദം. പക്ഷേ ഇന്ത്യയിൽ ജനിച്ച ആദിൽ എങ്ങനെ ഒരു ഭീകരനായി? NIA നടത്തിയ അന്വേഷണത്തിൽ ഇതിനു പിന്നിലെ വലിയ ഗൂഢാലോചനകൾ പുറത്തുവന്നു. ഇതിന് ഇന്ത്യ നൽകിയ മറുപടി അതിശക്തമായിരുന്നു. ഓപ്പറേഷൻ ബന്ദർ എന്ന പേരിൽ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിലെ ബാലക്കോട്ടിലും മുസാഫറാബാദിലും മിന്നലാക്രമണം നടത്തി. ഈ ഭീകരതയുടെ വിത്തുകൾ പാകിയത് മസൂദ് അസ്ഹർ എന്ന കൊടും ഭീകരനാണ്. 1994 ജമ്മു ജയിലിലായിരുന്ന അവനെ രക്ഷിക്കാൻ അവന്റെ കൂട്ടാളികൾ ഒരു തുരങ്കം വരെ നിർമ്മിച്ചിരുന്നു. എന്നാൽ അമിതവണ്ണം കാരണം അവൻ ആ തുരങ്കത്തിൽ കുടുങ്ങിപ്പോയി. പിന്നീട് 1999 ഇന്ത്യൻ എയർലൈൻസ് വിമാനം തട്ടിക്കൊണ്ടുപോയി യാത്രക്കാരെ ബന്ധകളാക്കിയാണ് ഭീകരർ അവനെ മോചിപ്പിച്ചത്. ജയിലിൽ നിന്നിറങ്ങിയ അവൻ ജെയ്ഷെ മുഹമ്മദ് രൂപീകരിച്ചു. 2016 ഉറി ആക്രമണം നടക്കുമ്പോൾ പുൽവാമയിലെ കക്കാപോറയിൽ പഠിക്കുകയായിരുന്നു ആദിൽ അഹമ്മദ് ദാർ. അക്കാലത്താണ് സോഷ്യൽ മീഡിയയിലൂടെ കശ്മീരി യുവാക്കളെ വഴിതെറ്റിച്ചിരുന്ന പോസ്റ്റർ ബോയ് ബുർഹാൻ വാനി കൊല്ലപ്പെടുന്നത്. ബുർഹാൻ വാനിയെ ഒരു ഹീറോ ആയി കണ്ടിരുന്ന 20-കാരനായ ആദിലിന്റെ മനസ്സിൽ സൈന്യത്തോടുള്ള പക വളരാൻ തുടങ്ങി. അവൻ കല്ലേറിലും ഇന്ത്യ വിരുദ്ധ പ്രതിഷേധങ്ങളിലും പങ്കെടുത്തു. പലതവണ പോലീസ് അവനെ പിടികൂടിയെങ്കിലും വഴിതെറ്റിയ യുവാവാണെന്ന് കരുതി താക്കീത് നൽകി വിട്ടയച്ചു. എന്നാൽ ഒരു പ്രതിഷേധത്തിനിടെ പോലീസിന്റെ വെടിയേറ്റ് ആദിലിന് 11 മാസത്തോളം കിടപ്പിലാകേണ്ടി വന്നു. ആ കാലയളവ് അവനെ കൂടുതൽ ക്രൂരനാക്കി. ഒടുവിൽ 2018 മാർച്ചിൽ ഒരു സൈക്കിളും എടുത്ത് വീട്ടിൽ നിന്നിറങ്ങിയ അവൻ പിന്നെ തിരിച്ചു വന്നില്ല. ദിവസങ്ങൾക്കപ്പുറം കയ്യിൽ ഒരു AK-47 തോക്കുമായി വക്കാസ് കമാൻഡോ എന്ന പേരിൽ ആദിലിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് അവൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിൽ ചേർന്ന വിവരം ലോകമറിഞ്ഞത്. അവിടെ വെച്ച് തോക്കുകൾ ഉപയോഗിക്കാനും ഗ്രനേഡ് എറിയാനും അവന് പരിശീലനം ലഭിച്ചു. തുടർന്ന് 2018 ഏപ്രിലിൽ അവൻ ഇദ്രീസിനെ പരിചയപ്പെട്ടു. IED ബോംബുകൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായിരുന്ന ഇദ്രീസിനെ ജെയ്ഷെ മുഹമ്മദ് പ്രത്യേക ദൗത്യവുമായാണ് പുൽവാമയിലേക്ക് അയച്ചത്. ആദിൽ പോലുള്ള യുവാക്കളെ ഉപയോഗിച്ച് ഇന്ത്യൻ സൈന്യത്തിന് നേരെ ചാവേർ ആക്രമണം നടത്തുക എന്നതായിരുന്നു ആ ദൗത്യം. ഇദ്രീസ് വളരെ സാവധാനം ആദിലിന്റെ തലച്ചോറിൽ ഇന്ത്യക്കെതിരെയുള്ള വിഷം കുത്തിവെച്ച് അവനെ ഒരു ചാവേറാക്കി മാറ്റി. ഈ ഗൂഢാലോചനയിൽ ബിലാൽ അഹമ്മദ്, ഷാക്കിർ ബഷീർ തുടങ്ങിയ നിരവധി പ്രാദേശിക വ്യക്തികളെയും ഇവർ കൂട്ടുപിടിച്ചു. പാകിസ്ഥാനിൽ നിന്ന് ചെറിയ പാഴ്സലുകളായി RDX കശ്മീരിലേക്ക് എത്തിക്കാൻ തുടങ്ങി. ഈ കടത്തുകൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഷാക്കിർ ബഷീറിനെ തന്റെ രണ്ടാമത്തെ അഫ്സൽ ഗുരു എന്നാണ് ഇദ്രീസ് വിശേഷിപ്പിച്ചിരുന്നത്. 2018 അവസാനമായപ്പോഴേക്കും സ്ഫോടനത്തിനു വേണ്ട എല്ലാ സാമഗ്രികളും ഇവർ ശേഖരിച്ചു. സൈന്യത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച ഷാക്കിർ CRPF വാഹന വ്യൂഹത്തിന്റെ ഒരു പ്രത്യേക രീതി കണ്ടെത്തി. നീല ട്രക്കുകളിലായി ജവാന്മാരുടെ സാധനങ്ങളും പുറകിൽ നീല ബസ്സിലായി ജവാന്മാരും അതിന്റെ പുറകിൽ വെള്ള ജിപ്സികളിലായി ഉയർന്ന ഉദ്യോഗസ്ഥരും സഞ്ചരിക്കുന്നു. ഈ വിവരങ്ങൾ വെച്ച് ഇദ്രീസ് തന്റെ മാരകമായ കെണിയൊരുക്കി. സ്ഫോടനത്തിന്റെ ആഘാതം കൂട്ടാനായി 4 കിലോ അലുമിനിയം പൗഡറും അവൻ സംഘടിപ്പിച്ചു. ഇത്രയേറെ തയ്യാറെടുപ്പുകൾ നമ്മുടെ മണ്ണിൽ നടന്നിട്ടും ഇന്റലിജൻസ് ഏജൻസികൾക്കത് കണ്ടെത്താനായില്ല എന്നത് ഏറെ നിർഭാഗ്യകരമായി. 2019 ജനുവരിയിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാൻ പാകത്തിലുള്ള ഒരു വാഹനം സംഘടിപ്പിക്കാൻ ഇദ്രീസ് ഉത്തരവിട്ടു. ഭീകരനായ തൗസീഫ് തന്റെ സുഹൃത്ത് സജ്ജാദ് ഭട്ട് വഴി ഒരു മാരുതി ഈക്കോ കാർ സംഘടിപ്പിച്ചു. ആ കാറിന്റെ നടുവിലെ സീറ്റുകൾ മാറ്റി അവിടെ 2 വലിയ കണ്ടെയ്നറുകൾ ഘടിപ്പിച്ചു. ഒന്നിൽ 160 കിലോയും മറ്റൊന്നിൽ 40 കിലോയും വീതം സ്ഫോടക വസ്തുക്കൾ നിറച്ചു. ഒടുവിൽ ആ മാരകമായ ബോംബ് കാർ തയ്യാറായി. കശ്മീരിൽ ഭീകരാക്രമണത്തിനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ തകൃതിയായി നടക്കുമ്പോൾ പാകിസ്ഥാനിലെ കറാച്ചിയിലിരുന്ന് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹർ ഇന്ത്യയെ വെല്ലുവിളിക്കുകയായിരുന്നു. കൊല്ലപ്പെട്ട തന്റെ ഭീകരർക്ക് പകരം ചോദിക്കുമെന്ന് അവൻ അലറി. ഈ പ്രസംഗം കേട്ട് ആവേശഭരിതരായ ഇദ്രീസും ആദിൽ ദാറും തങ്ങളുടെ ക്രൂരമായ പദ്ധതി നടപ്പിലാക്കാൻ ഉറച്ചു.
സ്ഫോടക വസ്തുക്കൾ നിറച്ച ആ കാർ ഓടിച്ച് CRPF ബസ്സിലേക്ക് ഇടിപ്പിച്ച് കയറ്റാനുള്ള ദൗത്യം ആദിൽ ഏറ്റെടുത്തു. ഇതൊരു ചാവേർ ആക്രമണമാണെന്നും തൻ്റെ മരണം ഉറപ്പാണെന്നും അവൻ അറിയാമായിരുന്നു. എങ്കിലും ദൈവകൽപ്പന പ്രകാരമാണ് താനിത് ചെയ്യുന്നതെന്നും മരിച്ചാൽ സ്വർഗം ലഭിക്കുമെന്നും അവൻ വിശ്വസിച്ചു. ഇതിനിടെ ഇന്ത്യയെ തകർക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ആദിലിന്റെ ഒരു വീഡിയോയും ജെയ്ഷെ മുഹമ്മദ് ചിത്രീകരിച്ചു. ഫെബ്രുവരി 9 അഫ്സൽ ഗുരുവിന്റെ ചരമദിനത്തിൽ തന്നെ ഈ ക്രൂരത നടത്താനായിരുന്നു ആദ്യ തീരുമാനം. അതിനായി 4 ദിവസത്തോളം അവർ ഷാക്കിറിന്റെ വീട്ടിൽ ഒളിച്ചിരുന്നു. എന്നാൽ കനത്ത മഞ്ഞുവീഴ്ച കാരണം ഹൈവേ അടച്ചതിനാൽ CRPF വാഹനങ്ങൾ വന്നില്ല. ഒടുവിൽ ഫെബ്രുവരി 13 ഹൈവേ തുറന്നപ്പോൾ അവന്റെ ഉള്ളിലെ ചോരകൊതി വീണ്ടും ഉണർന്നു. ഫെബ്രുവരി 14 പുലർച്ചെ 3:30 ജമ്മുവിൽ നിന്ന് ആ വലിയ വാഹനവ്യൂഹം പുറപ്പെട്ടു. വിവരം ലഭിച്ച ഷാക്കിർ ഹൈവേയിൽ നിരീക്ഷണം നടത്തി. വഴിനീളെ CRPF ജവാന്മാർ കാവൽ നിൽക്കുന്നത് കണ്ടപ്പോൾ വലിയൊരു കോൺവോയ് വരുന്നുണ്ടെന്ന് അവൻ ഉറപ്പായി. അവൻ ഉടനെ ഇദ്രീസിനെ വിളിച്ചു വിവരം പറഞ്ഞു. ഇദ്രീസ് സന്തോഷത്താൽ തുള്ളിച്ചാടി ആദിലിനോട് തയ്യാറാകാൻ പറഞ്ഞു. തൻ്റെ ജീവിതം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്ന് ആദിലിന് ബോധ്യമായി. അവൻ വികാരങ്ങളെ നിയന്ത്രിച്ച് സ്ഫോടക വസ്തുക്കൾ നിറച്ച വണ്ടിയിൽ കയറി. അവന്തിപ്പോരയിലെ ലേത്ത്പോര ഗ്രാമത്തിൽ വെച്ച് ആദിൽ തന്റെ കാർ ആ 5-ാം നമ്പർ ബസ്സിലേക്ക് ഇടിച്ചു കയറ്റി. നാടിനെ നടുക്കിയ ആ വൻ സ്ഫോടനത്തിൽ 40 ജവാന്മാർ വീരമൃത്യു വരിച്ചു. 70ഓളം പേർക്ക് പരിക്കേറ്റു. തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം ജവാന്മാരുടെ മൃതദേഹങ്ങൾ ചിതറിത്തെറിച്ചു. മുതിർന്ന ഉദ്യോഗസ്ഥർ പോലും ആ കാഴ്ച കണ്ട് കണ്ണീർ വാർത്തു. രാജ്യം മുഴുവൻ ദുഃഖത്തിലും അതിലേറെ രോഷത്തിലുമായി. കൊല്ലപ്പെട്ട ജവാന്മാരെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ രാജ്യം യാത്രയാക്കി. തൊട്ടുപിന്നാലെ ഇന്ത്യ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചു. പാക്കിനു നൽകിയിരുന്ന മോസ്റ്റ് ഫേവേർഡ് നേഷൻ പദവി ഇന്ത്യ റദ്ദാക്കി. പാക് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ 200% വർദ്ധിപ്പിച്ചു. ആഗോളതലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ഇന്ത്യ നയതന്ത്ര നീക്കങ്ങൾ നടത്തി. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ FATF പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ തന്നെ നിലനിർത്തി. ഇന്ത്യൻ സിനിമാ മേഖലയിൽ പാക് കലാകാരന്മാരെ വിലക്കി. സാമ്പത്തികമായും നയതന്ത്രപരമായും പാകിസ്ഥാനെ തളർത്തിയ ഇന്ത്യ സൈനികമായ തിരിച്ചടിക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. രക്തസാക്ഷികളായ ജവാന്മാരുടെ ചോരയ്ക്ക് പകരം ചോദിക്കാനുള്ള ആ വലിയ ദൗത്യത്തിലേക്ക് ഇന്ത്യൻ സേന ഒരുങ്ങുകയായിരുന്നു. വായുസേനാ മേധാവി എയർ ചീഫ് മാർഷൽ ബിരേന്ദർ സിംഗ് ധനോവ ഇതിനായി ഓപ്പറേഷൻ ബന്ദർ എന്ന രഹസ്യ പദ്ധതി സർക്കാരിന് സമർപ്പിച്ചു. 1971 ശേഷം ആദ്യമായി പാക് അതിർത്തി കടന്നുള്ള ഒരു വ്യോമാക്രമണത്തിന് സർക്കാർ പച്ചക്കൊടി കാട്ടി. ഫെബ്രുവരി 16 മുതൽ 20 വരെ ഡ്രോണുകൾ ഉപയോഗിച്ച് അതിർത്തിക്കപ്പുറത്തെ ഭീകരതാവളങ്ങൾ ഇന്ത്യ കൃത്യമായി മനസ്സിലാക്കി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനു മുന്നിൽ ഇതിന്റെ ബ്ലൂ പ്രിന്റ് അവതരിപ്പിച്ചു. ടൈഗേഴ്സ് എന്നും ബാറ്റിൽ ആക്സസ് എന്നും സ്ക്വാഡ്രണുകൾ പോരാട്ടത്തിന് സജ്ജമായി. ഫെബ്രുവരി 26 പുലർച്ചെ 3:30 12 മിറാജ് യുദ്ധവിമാനങ്ങൾ ലേസർ ബോംബുകളുമായി പാക് ആകാശത്തേക്ക് കുതിച്ചു. കേവലം 21 മിനിറ്റുകൾ. അതിനുള്ളിൽ മുസാഫറാബാദിലും ചക്കോട്ടിയിലും ബാലക്കോട്ടിലുമുള്ള ജയ്ഷെ മുഹമ്മദ് താവളങ്ങൾ തകർന്ന് തരിപ്പണമായി. 1000 കിലോ ബോംബുകൾ വർഷിച്ച് ഏകദേശം 350 ഭീകരരെ വായുസേന കൊല്ലപ്പെടുത്തി. നമ്മുടെ 40 ജവാന്മാരുടെ രക്തത്തിന് ഇന്ത്യ നൽകിയ ചുട്ട മറുപടിയായിരുന്നു അത്. ഇതിന്റെ നാണക്കേട് മറയ്ക്കാൻ അടുത്ത ദിവസം പാക് വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി ലംഘിക്കാൻ ശ്രമിച്ചു. എന്നാൽ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ തന്റെ MiG-21 ബൈസൺ വിമാനത്തിൽ പാകിസ്ഥാന്റെ അത്യാധുനിക F-16 വിമാനത്തെ വെടിവെച്ചിട്ടു. പോരാട്ടത്തിനിടയിൽ അദ്ദേഹത്തിന്റെ വിമാനം തകരുകയും അദ്ദേഹം പാക് മണ്ണിൽ വീഴുകയും ചെയ്തു. എന്നാൽ ഇന്ത്യയുടെ നയതന്ത്ര സമ്മർദ്ദത്തിനു മുന്നിൽ പാകിസ്ഥാന് മുട്ടുമടക്കേണ്ടി വന്നു. മാർച്ച് 1 അഭിനന്ദൻ സുരക്ഷിതനായി ഇന്ത്യയിൽ തിരിച്ചെത്തി. ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചന കണ്ടെത്താൻ NIA ഉദ്യോഗസ്ഥൻ രാകേഷ് ബൽവാലിന്റെ നേതൃത്വത്തിലുള്ള 12-അംഗ സംഘം കാശ്മീരിലെത്തി. തുടക്കത്തിൽ തെളിവുകളൊന്നും ലഭിക്കാതെ അവർ കുഴങ്ങി. ഭീകരരുടെ താവളമായ ഹാജിബൽ പോലുള്ള സ്ഥലങ്ങളിൽ അന്വേഷിക്കുന്നത് അതീവ അപകടകരമായിരുന്നു. എങ്കിലും 100 NIA ഉദ്യോഗസ്ഥരും 400 CRPF ജവാന്മാരും ചേർന്ന് തിരച്ചിൽ വ്യാപിപ്പിച്ചു. സംഭവം നടന്ന സ്ഥലത്തു നിന്നും 250 മീറ്റർ മാറിയപ്പോൾ മണ്ണിൽ എന്തോ ഒന്ന് തിളങ്ങുന്നത് രാകേഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടു.
അതൊരു കാർ താക്കോലായിരുന്നു. സ്ഫോടനം നടന്ന കാറിൻ്റെ താക്കോൽ. അതിനടുത്ത് നിന്ന് ചില എല്ലിൻ കഷ്ണങ്ങളും അവർക്ക് ലഭിച്ചു. DNA പരിശോധനയിൽ അത് ആദിൽ അഹമ്മദ് ദാറിൻ്റേതാണെന്ന് തെളിഞ്ഞു. അതോടെ ആ നീല കാർ ഓടിച്ചിരുന്നത് ആദിൽ തന്നെയാണെന്നുറപ്പായി. ആ ഒരു ചെറിയ താക്കോൽ തുമ്പിലൂടെ ഇന്ത്യയെ നടുക്കിയ ആ വലിയ ഗൂഢാലോചനയുടെ ഓരോ കണ്ണികളെയും NIA അഴിച്ചെടുക്കാൻ തുടങ്ങി. കാർ താക്കോൽ ലഭിച്ചതോടെ NIA സംഘം ആ കാറിനെക്കുറിച്ച് അന്വേഷിച്ചു. 7 തവണ കൈമാറിയ ആ നീലക്കാർ ഒടുവിൽ വാങ്ങിയത് സജ്ജാദ് ഭട്ട് എന്നയാളാണെന്ന് അവർ കണ്ടെത്തി. 2019 ജൂൺ 17 അനന്തനാഗിലെ ഒരു വീട്ടിൽ സജ്ജാദ് ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരം ലഭിച്ച സൈന്യം അവിടെ വളഞ്ഞു. കീഴടങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും തയ്യാറാവാത്തതിനെ തുടർന്ന് സജ്ജാദും കൂട്ടാളിയും വെടിയേറ്റു മരിച്ചു. പ്രധാന കണ്ണി മരിച്ചതോടെ അന്വേഷണം വീണ്ടും വഴിമുട്ടി. പക്ഷേ രാകേഷ് ബൽവാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം കാശ്മീരിൽ നടന്ന ഓരോ ഏറ്റുമുട്ടലുകളും സൂക്ഷ്മമായി പരിശോധിച്ചു. അങ്ങനെ ഒക്ടോബർ 2019 നൗഗാമിലെത്തിയപ്പോൾ മാർച്ചിൽ കൊല്ലപ്പെട്ട 2 ഭീകരരുടെ ഫോട്ടോകൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിലൊരാൾ ഇദ്രിസ് ആയിരുന്നു. ഇദ്രിസിന്റെ ഫോൺ തകർന്നിരുന്നുവെങ്കിലും വിദഗ്ധ പരിശോധനയിലൂടെ അതിലെ ചിത്രങ്ങൾ വീണ്ടെടുത്തു. ആ ഫോണിൽ പുൽവാമ ആക്രമണത്തിന് ഉപയോഗിച്ച കാറിന്റെയും ആദിൽ ദാർ, ഇദ്രിസ് എന്നിവർക്കൊപ്പം ഷാക്കിർ ബഷീർ നിൽക്കുന്നതിന്റെയും ചിത്രങ്ങളുണ്ടായിരുന്നു. ഉടൻ തന്നെ ഷാക്കിർ ബഷീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആദ്യം അയാൾ ഒന്നും സമ്മതിക്കാൻ തയ്യാറായില്ല. എന്നാൽ ഇദ്രിസിന്റെ ഫോണിൽ നിന്നും ലഭിച്ച ചില സ്വകാര്യ ചിത്രങ്ങൾ ഷാക്കിറിനെ തളർത്തി. താൻ മാതൃകാപുരുഷനായി കണ്ടിരുന്ന ഇദ്രിസിന് തന്റെ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയുമായി വഴിവിട്ട ബന്ധമുണ്ടെന്നറിഞ്ഞപ്പോൾ ഷാക്കിറിന്റെ ഉള്ളിലെ ബഹുമാനം ഇല്ലാതായി. അയാൾ സത്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി. ഷാക്കിർ വെളിപ്പെടുത്തിയ സത്യം കേട്ട് NIA ഞെട്ടിപ്പോയി. നിങ്ങൾ ഇദ്രിസ് എന്ന് വിളിക്കുന്നത് ഇദ്രിസിനെയല്ല, അത് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിന്റെ സഹോദരൻ ഇബ്രാഹിം അസ്ഹറിന്റെ മകൻ മുഹമ്മദ് ഉമർ ഫാറൂഖാണ്. അഫ്ഗാനിസ്ഥാനിൽ വർഷങ്ങളോളം അൽ-ഖ്വയ്ദയ്ക്കൊപ്പം ചേർന്ന് പരിശീലനം ലഭിച്ച ഉമർ ഫാറൂഖ് ആയിരുന്നു പുൽവാമ ആക്രമണത്തിന്റെ യഥാർത്ഥ സൂത്രധാരൻ. ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ 19 പ്രതികളെ ഉൾപ്പെടുത്തി 13,800 പേജുള്ള കുറ്റപത്രം NIA തയ്യാറാക്കി. പുൽവാമ ആക്രമണം ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനത്തിലെ വലിയൊരു വീഴ്ചയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ജനുവരി 2 മുതൽ ഫെബ്രുവരി 13 വരെ 11 തവണ ആക്രമണ സാധ്യതയെക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ വിദേശ ഭീകരർ അവന്തിപോരയിൽ എത്തിയിട്ടുണ്ടെന്നും വലിയൊരു ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നും CID ഓഫീസർ മുൻകൂട്ടി കത്തയച്ചിരുന്നു. ആക്രമണത്തിന് 2 ദിവസം മുൻപ് ഭീകരർ പുറത്തുവിട്ട വീഡിയോയിൽ കാശ്മീരിലും സമാനമായ സ്ഫോടനം നടത്തുമെന്ന് അവർ ഭീഷണി മുഴക്കിയിരുന്നു. ഇത്രയേറെ മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും CRPF വാഹനവ്യൂഹം കടന്നുപോകുമ്പോൾ വേണ്ടത്ര മുൻകരുതലുകൾ എടുത്തില്ല. ഹൈവേയിലൂടെ പോകുന്ന സിവിലിയൻ വാഹനങ്ങൾ കർശനമായി പരിശോധിച്ചിരുന്നില്ല. ആ പഴുതിലൂടെയാണ് ആദിൽ ദാർ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുമായി വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറിയത്. LOC കടന്ന് ഇത്രയധികം RDX എങ്ങനെ ഇന്ത്യയിലെത്തിയെന്നതും വലിയ ചോദ്യമായി അവശേഷിച്ചു. പിന്നീട് ജമ്മു കാശ്മീർ മുൻ ഗവർണർ സത്യപാൽ മലിക് 2023 നൽകിയ അഭിമുഖങ്ങളിൽ ഗൗരവകരമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തി. ജവാന്മാരെ ശ്രീനഗറിലേക്ക് കൊണ്ടുപോകാനായി 5 വിമാനങ്ങൾ CRPF ആവശ്യപ്പെട്ടിരുന്നുവെന്നും ആഭ്യന്തര മന്ത്രാലയം ആ ആവശ്യം നിരസിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് പ്രധാനമന്ത്രിയെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെയും ഈ വിവരം അറിയിച്ചെങ്കിലും വളരെ രഹസ്യമാക്കി വയ്ക്കാൻ അറിയിക്കുകയും ചെയ്തുവെന്ന് ജമ്മു കാശ്മീർ മുൻ ഗവർണർ വെളിപ്പെടുത്തി. ഈ വലിയ ദുരന്തത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഇന്ത്യൻ സർക്കാർ സുരക്ഷാ പ്രോട്ടോക്കോളുകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി. ഡൽഹിയിൽ നിന്നും ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് പോകുന്ന CRPF ഉൾപ്പെടെയുള്ള പാരാമിലിറ്ററി ജവാന്മാർക്ക് എയർ ട്രാവൽ സൗകര്യം ഏർപ്പെടുത്തി. സൈനിക വാഹനവ്യൂഹം കടന്നുപോകുമ്പോൾ സിവിലിയൻ വാഹനങ്ങൾ തടയാനും കർശനമായി പരിശോധിക്കാനും തീരുമാനിച്ചു. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളെ നേരിടാൻ കൂടുതൽ കരുത്തുറ്റ സംവിധാനങ്ങൾ അതിർത്തിയിലൊരുക്കി. പാകിസ്ഥാൻ സംരക്ഷിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് 2016 ഉറിയിലെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലും സമാനമായ ആക്രമണം നടത്തിയിരുന്നു. അന്ന് 18 ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. അതിന് പകരമായി ഇന്ത്യൻ സൈന്യം പാക് അധീന കാശ്മീരിൽ കടന്ന് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി 40 ഭീകരരെയും അവരുടെ 7 ലോഞ്ച് പാഡുകളെയും തകർത്തു മറുപടി നൽകി. പുൽവാമയിലെ ഓരോ തുള്ളിച്ചോരയ്ക്കും ഇന്ത്യ പകരം ചോദിച്ചു. നമ്മുടെ 40 ജവാന്മാരുടെ ത്യാഗം വെറുതെയായില്ല.
അത് രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ തന്നെ മാറ്റിമറിച്ചു.